സിറിയയിൽ വിമത മുന്നേറ്റം വിജയിക്കുകയും പ്രസിഡന്റ് അസദ് റഷ്യയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തതിന് ശേഷം നടന്ന അന്വേഷണങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇവിടുത്തെ ജയിലുകളിൽ ആളുകളെ കൂട്ടത്തോടെ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചിരുന്നതെന്നും പലരെയും കൊല്ലുകയായിരുന്നു എന്നുമൊക്കെ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഏറ്റവും അധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത് ഒരുപക്ഷെ ഹിറ്റ്ലറിന്റെ കാലത്ത്, അന്ന് നാസി തളങ്കൽ പാളയങ്ങളിൽ വെച്ചാണ് എന്നാണ്. പിന്നെ റഷ്യയിൽ സ്റ്റാലിൻ ഭരണകാലത്തും ധാരാളം പേരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. അസദിന്റെ ഭരണകാലത്ത് ഏതാണ്ട് 1,00,000-ലധികം പേരെ ഇത്തരത്തിൽ കൂട്ടത്തോടെ കൊന്ന് അവിടെ കൂട്ട കുഴിമാടങ്ങൾ ഉണ്ടാക്കി അവിടെ അടക്കിയിട്ടുണ്ട് എന്നാണ്. ഡമാസ്കസിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ചില ചെറു പട്ടണങ്ങളിലാണ് ഈ മനുഷ്യർക്കായി കൂട്ട കുഴിമാടങ്ങൾ ഒരുക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. സിറിയയുടെ വിവിധ ഭാഗങ്ങളിലായി ഏതാണ്ട് 66ഓളം കൂട്ട കുഴിമാടങ്ങൾ ഒരുക്കിയാണ് ഇവരെ എല്ലാവരെയും സംസ്കരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. യാതൊരു തരത്തിലുമുള്ള ആദരം കിട്ടാത്ത രീതിയിലാണ് പല മൃതദേഹങ്ങളോടും ഇവർ അനാദരവ് കാട്ടിയതും എന്നും പല മൃതദേഹങ്ങളും കണ്ട അന്നത്തെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. പറഞ്ഞാൽ തങ്ങളും ഈ കുഴിമാടത്തിനുള്ളിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് അറിയാമായിരുന്നു എന്നാണ് പലരും പറയുന്നത്.